വെൽക്കം ബാക്ക് ക്രാഫ്റ്റ് ആൻഡ് കുക്കീസ്. നിങ്ങൾ എല്ലാവരും പറഞ്ഞ ജേണൽ സപ്ലൈസിൻ്റെ ലോങ് വീഡിയോ ഇതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കുന്നത് സ്റ്റാമ്പ് പേപ്പറാണ്. ഇപ്പം ചെയ്യുന്ന ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, അതായത് സ്റ്റാമ്പ് പേപ്പർ കട്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പ്, അത് നോക്കിയും കണ്ടൊക്കെ ചെയ്തില്ലെങ്കിൽ മൊത്തത്തിൽ പണി പാളിപ്പോവും. അതേപോലെ തന്നെ ഇത് നല്ല ക്ഷമയുള്ള പണിയാണ് കേട്ടോ. കുറേ നേരം ഇരുന്നിട്ടൊക്കെ ചെയ്യാനായിട്ട് നോക്കുക. ടി വി കാണുമ്പോൾ മറ്റൊക്കെ ചെയ്താൽ മതി, അപ്പോൾ പെട്ടെന്ന് തീർന്ന പോലെ നമുക്ക് തോന്നും. അതുമാത്രമല്ല, ഈ ഒരു സ്റ്റാമ്പ് പേപ്പർ മൊത്തം നമ്മളൊരു പേസ്റ്റൽ കളറിലാണ് ചെയ്തിരിക്കുന്നത്. വിൻറ്റേജിൻ്റെ ജേണൽ സപ്ലൈസിൻ്റെ വീഡിയോ ഞാൻ പിന്നൊരു ദിവസം ഇടാം കേട്ടോ. ഇപ്രാവശ്യം മൊത്തം നമ്മളൊരു പേസ്റ്റൽ തീമിലാണ് ഇന്ന് നമ്മൾ ചെയ്യുന്ന ജേണൽ സപ്ലൈസ് മൊത്തം ചെയ്യുന്നത്. ഒരു നല്ല ട്രൈപോഡ് ഇല്ലാത്തതിൻ്റെ കുറവ് ഈ വീഡിയോയിൽ നന്നായിട്ടുണ്ട് കേട്ടോ. കാരണം ക്യാമറ എങ്ങനെ വെച്ചിട്ടും ശരിയാവുന്നുണ്ടായിരുന്നില്ല. അവസാനം എങ്ങനെയൊക്കെയോ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ലോങ് എന്നാണ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവുക. ചിലപ്പോൾ ക്ലിയർ ഒന്നും ആവുന്നുണ്ടാവില്ല. കുഴപ്പമില്ല, ഡിസൈനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ കാണിച്ച് തരുന്നുണ്ട്, അതേപോലത്തെ ഡിസൈൻ നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്ന ജേണൽ സപ്ലൈസിൽ ഏറ്റവും ടഫായിട്ടുള്ള ഒരു ജേണൽ സപ്ലൈ ആണ് ഈ ഒരു സ്റ്റാമ്പ് പേപ്പർ. കാരണം ആ ഒരു മുറിക്കുന്ന ആ ഒരു ഭാഗം തന്നെയാണ്, വേറൊന്നും അധികം ടഫൊന്നുമില്ല കേട്ടോ. അപ്പോൾ സ്റ്റാമ്പ് പേപ്പർ ഇതാ നമ്മളിവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫൈനൽ ഔട്ട്പുട്ട് നിങ്ങൾ കാണുക, അഭിപ്രായം കമൻറ്റ് ചെയ്യുക കേട്ടോ. രണ്ടാമത് നമ്മൾ ഉണ്ടാക്കുന്നത് സ്റ്റിക്കി നോട്ടാണ്. ഹാർട്ട് ഷേപ്പിലുള്ള സ്റ്റിക്കി നോട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റിക്കി നോട്ടിൻ്റെ പ്രോസസ്സൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ. സാധാ നമ്മുടെ ഒരു സ്റ്റിക്കി നോട്ടിൻ്റെ അതേ ഒരു പ്രോസസ്സ് ആണെങ്കിലും ഡിസൈനിൽ മാത്രമാണ് ചെറിയൊരു വ്യത്യാസം വരുന്നത്. ഈ ഡിസൈൻ ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ആക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഡിസൈനും ചെയ്യാം കേട്ടോ. അപ്പോൾ ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് നോക്കാം. തേർഡ് റൗണ്ടിൽ നമ്മൾ ഉണ്ടാക്കുന്നത് വാഷിംഗ് ടേപ്സ് ആണ്. വാഷിംഗ് ടേപ്സ് ക്ലിയർ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒരു ഷോർട്സ് ആയിട്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ മുമ്പ് നമ്മൾ ഒരു ജേണൽ കിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സപ്ലൈസ് മാത്രമല്ല, അതിലൊരു ബുക്കും കൂടി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഫുൾ കിറ്റാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഒരു ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിൽ. അതിൻ്റെയും കൂടി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒരു 3 വാഷിംഗ് ടേപ്സ് ആണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ. നാലാമത് നമ്മൾ ഉണ്ടാക്കുന്നത് കുറച്ച് ഫ്രെയിംസ് ആണ്. ജേണലിലൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ കുറച്ച് ഫ്രെയിംസ്. ഇതും ഞാൻ ഇതേപോലെ പേസ്റ്റൽ തീമിലാണ് ഫുൾ ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രോസസ്സും വളരെ സിമ്പിളാണ് കേട്ടോ. കട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഫുള്ളായിട്ട് കട്ട് ചെയ്ത് പോവാതെ നോക്കുക. ഫിഫ്ത്ത് വൺ നമ്മൾ ഉണ്ടാക്കുന്നത് കുറച്ചധികം പാറ്റേൺ പേപ്പേഴ്സ് ആണ്. പിന്നെ ഒരു കാര്യം കൂടെ, ഞാൻ ഷോർട്സിൽ ഇങ്ങനെയൊന്നുമല്ല സംസാരിക്കുക, വീഡിയോയിൽ മാത്രമാണ് കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, ഇത്രയും ഒരു ലോങ് വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് എന്താണ് പറയേണ്ടത്, പ്രോസസ്സ് മാത്രമേ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു തരാൻ അറിയത്തുള്ളൂ. അല്ലാതെ നമ്മൾ അതിൻ്റെ അപ്പുറം നമ്മളിങ്ങനെ ലോങ് വീഡിയോസിൽ വോയിസ് കൊടുക്കാൻ സാധാരണ എനിക്ക് വാക്കുകളൊന്നും കിട്ടാറില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഈ ഒരു പാറ്റേൺ പേപ്പർ ഉണ്ടാക്കുന്നത് കുറച്ചധികം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സ് ആണെങ്കിലും ചെയ്യാൻ നല്ല എളുപ്പവും സാറ്റിസ്ഫാക്ഷനും ഉള്ള ഒരു സംഭവം കൂടിയാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പ്രത്യേകം പറയുകയാണ്. ഈ ഒരു ജേണൽ കിറ്റൊക്കെ ഉണ്ടാക്കാനിരിക്കുമ്പോൾ നിങ്ങൾ രാവിലെ ഇരിക്കുക, ഒരു ദിവസം ഫുൾ നിങ്ങൾ അതിനു വേണ്ടി മാറ്റി വയ്ക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ജേണൽ സപ്ലൈസ് ഉണ്ടാക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏകദേശം ഒരു 5 മണിക്കൂർ പോലും കഴിയാതെ എണീക്കാൻ പറ്റില്ല. അത്രയും സമയം എടുക്കും കേട്ടോ ഇതുണ്ടാക്കി തീരാനായിട്ട്. ഞാനിവിടെ ഒരു 6 സപ്ലൈസാണ് ഉണ്ടാക്കിയിട്ടുള്ളൂ. പക്ഷേ അതിന് ഞാൻ ഏകദേശം 5 മണിക്കൂറോളം എടുത്തിട്ടുണ്ട്. ഇതിനോടൊപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്,
നമ്മുടെ ചാനൽ 500 സബ്സ്ക്രൈബേഴ്സ് ആയത്. അപ്പോൾ ഇനി നമ്മുടെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ ഒരു ഹ്യൂജ് ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ എല്ലാ ഷോർട്സിലും പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലും പറഞ്ഞതിന് കാരണം വേറെ ഒന്നുമല്ല, പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഈ ഒരു ടൈമിൽ സബ്സ്ക്രൈബ് ചെയ്താലായിരിക്കും വിന്നർ ആവാനുള്ള ചാൻസ് കൂടുതൽ. കാരണം വേറൊന്നുമല്ല കേട്ടോ, ആദ്യം മുതലേ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കായിരിക്കും നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്, അതും പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത്. അപ്പം നമ്മുടെ പാറ്റേൺ പേപ്പറിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് ഏത് പാറ്റേൺ പേപ്പറാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ആറാമതായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ചെറിയൊരു സപ്ലൈ ആണ്. ഈ സപ്ലൈയുടെ പേര് എനിക്ക് കറക്റ്റ് അറിയാത്തതുകൊണ്ടാണ് ഞാൻ ന്യൂസ് പേപ്പറിന് കൊടുത്തത്. ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ബുക്കിൻ്റെ വല്ല പേപ്പറും എടുക്കാം കേട്ടോ. അതായത് എൻ്റെ ന്യൂസ് പേപ്പർ മലയാളം ന്യൂസ് പേപ്പർ ആയതുകൊണ്ട് ഞാനൊരു ഇംഗ്ലീഷ് റൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബുക്കിൽ നിന്ന് പേപ്പർ കീറിച്ചെടുത്തത്. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് കുറച്ച് സ്റ്റിക്കേഴ്സാണ്. ഈ ഒരു സ്റ്റിക്കേഴ്സ് എല്ലാം നമ്മുടെ ഒരേ പാറ്റേണിൽ വരുന്നതാണ് കേട്ടോ. ഇതുവരെ ചെയ്ത മുഴുവൻ സപ്ലൈസും കണ്ട് ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഫൈനൽ ഔട്ട്പുട്ട് കാണാം നമുക്ക് എല്ലാവർക്കും. ഫൈനലി നമ്മൾ ഇത്രയും സപ്ലൈസ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അതേപോലെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.